ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് സീൻ ഷൂട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ സാന്ത്വനം 2-ൽ നല്ല അടിപൊളി ട്വിസ്റ്റാട്ടോ നാളെ വരാനിരിക്കുന്നത്. അതായത് നാളെയും മറ്റന്നേക്കെ ആയിട്ട് വരുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ ദേവി ആകെ മാറി മറിയണ സീനാണ് കേട്ടോ. നമ്മുടെ ദേവി തിരിച്ച് ദേവമംഗലത്തോട്ട് എത്തുകയാണ്. അതിന് നല്ലൊരു അടിപൊളി വഴി നമ്മുടെ ശ്രീകല കണ്ടെത്തുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക. അപ്പോൾ നമ്മുടെ പവിത്രം സീസൺ 2-ൻ്റെ ഇന്നത്തെ അടിപൊളി എല്ലാ എപ്പിസോഡുകളും നമ്മൾ രാവിലെ ഒരു ഉച്ചയോടുകൂടി, രാവിലെ അല്ല കേട്ടോ, ഉച്ചയോടുകൂടി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കേൾക്കുക കേട്ടോ. നല്ല അടിപൊളി പ്രൊമോയാണ് കേട്ടോ ഇന്നത്തെ പ്രൊമോ എന്ന് പറയുന്നത്. പവിത്രം നല്ല അടിപൊളി ട്വിസ്റ്റായിട്ടാണ് പോകുന്നത്. അപ്പോൾ കേൾക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കേട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. അപ്പോൾ നമുക്ക് സാന്ത്വനത്തിൻ്റെ പ്രൊമോ ഒന്ന് കേട്ട് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ സാന്ത്വനത്തിൽ നമ്മുടെ ഉദയഭാനുവും നമ്മുടെ ശ്രീകലയും ഇങ്ങനെ ചെകഞ്ഞാലോചിക്കണം, ഇനിയിപ്പോൾ എന്താണ് വഴി, ദേവി മോളെ എങ്ങനെയെങ്കിലും ദേവമംഗലത്തോട്ട് മാറ്റണം. കാര്യമില്ലെങ്കിൽ വിദ്യയുടെ ജീവിതത്തെ അത് ബാധിക്കും. പിന്നെ ദേവിയാണെങ്കിൽ ആകെ വിഷമത്തിൽ സങ്കടപ്പെട്ട് ഇനി എന്ത് ചെയ്യും, എല്ലാവരും എന്നോട് വെറുപ്പ് കാണിക്കണം. ആകെ ഒരു സപ്പോർട്ട് മീനുവും മിത്രയാണ്. പക്ഷെ അവരെ വിളിക്കാനും പറ്റില്ല, കാരണം ഗോമതി അറിഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു സീൻ. ഗോമതിയുടെ ഉള്ളിൽ വല്ലാത്തൊരു ദേഷ്യഭാവമൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറൊരു സീന് നമ്മൾ ഇന്ന് കണ്ടു നിർത്തണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അലോക് ഭയങ്കര സെൻറ്റി ഒലിപ്പിച്ചുകൊണ്ട് നമ്മുടെ അനുശ്രീയുടെ പുറകെയാണ്. അപ്പോൾ അനു കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അനു ഇന്ന് കാണുന്ന സമയത്ത് അലോകിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അതെ ഞാൻ അന്ന് നിനക്ക് ഒരു സിമ്പതി ചെയ്തു, അതായത് ഈ കേസ് പിൻവലിച്ചത് നിന്നോടുള്ള സ്നേഹം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ ഒന്നും അല്ല. ഒരു കാലത്ത് നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ എൻ്റെ മനസ്സിൽ പോലും ഇപ്പോൾ നീയില്ല. ഞാൻ എൻ്റെ മുത്തശ്ശിയെ ഓർത്ത് മാത്രമാണ് ഞാൻ അന്ന് ആ കേസ് പിൻവലിച്ചത്. അപ്പോൾ നീ എന്നെ എന്ത് വേണോ പറഞ്ഞോ അനു, എനിക്ക് ഒരു കുഴപ്പമില്ല. നീ എന്നെ അടിക്കുകയോ കൊല്ലുകയോ എന്ത് ചെയ്താലും എനിക്ക് വിഷയമല്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നീ ഇല്ലാണ്ട് എനിക്കിനി പറ്റില്ല. എനിക്ക് ഉണ്ണാനോ ഉറങ്ങാനോ ഒന്നിനും എനിക്ക് പറ്റുന്നില്ല അനു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലോക് ഭയങ്കര സെൻറ്റി ഇറക്കിയാണ്. പക്ഷേ എന്തൊക്കെ പറഞ്ഞിരുന്നാലും അലോകെ, എനിക്ക് നിൻ്റെ ഒരു സിമ്പതി വർത്തമാനം എനിക്ക് കേൾക്കണ്ട, ഞാൻ അതിലൊന്നും അലിയാനും പോണില്ല എന്ന് എന്നെ ഇങ്ങനെ പറയണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറയുന്നത് നമ്മുടെ ഗോമതി എത്രത്തോളം വെറുപ്പിച്ച് ദേവിയെക്കുറിച്ച് പറയാൻ പറ്റുമോ അത്രയൊക്കെ വെറുപ്പിച്ചുകൊണ്ട് തന്നെ ഗോമതി സംസാരിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഗോമതിക്കൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. കാരണം ഈ ആനന്ദ് ദേവിയെ ഡൈവേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞാലും അതിനോടൊരു താല്പര്യം ഗോമതിക്കില്ല. മീനും ഇത്രയും അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് ദേവിയേട്ടത്തിയോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുമ്പോഴും അതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് ഗോമതി. പക്ഷേ ഈ ഡൈവേഴ്സിനോട് ഗോമതിക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പം മീനു പറഞ്ഞു, അമ്മേ നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം ആനന്ദേട്ടൻ്റെ അടുത്ത്, ആനന്ദേട്ടൻ എന്താ പറയണേന്നുള്ളതൊക്കെ നോക്കാം അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ സംസാരിച്ചോ, അവൻ്റെ ജീവിതമാണ്, ഞാൻ ഒരു അഭിപ്രായവും പറയാൻ പോകുന്നില്ല. അവനല്ലേ അവൻ്റെ ജീവിതം തിരഞ്ഞെടുക്കേണ്ട, നമ്മളായിട്ടൊരു ജീവിതം കൊടുത്തു, അതിങ്ങനെയായി. ഇനി ഞാനായിട്ട് ഒരു അഭിപ്രായം ഇതിൽ പറയുന്നില്ല, അവൻ തന്നെ തീരുമാനിക്കട്ടെ, നിങ്ങൾ വേണമെങ്കിൽ ആനന്ദമായിട്ട് സംസാരിക്കുക എന്ന് ഗോമതി മീനുവിൻ്റെ അടുത്തും മിത്രയുടെ അടുത്തും പറയണേ. അപ്പോൾ ഇതേ സമയം നമ്മുടെ ഉദയഭാനുവിൻ്റെ അടുത്ത് നമ്മുടെ ശ്രീകല പറയുന്നുണ്ട്, അതെ മനുഷ്യ, ഞാനൊരു പല പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്താ ശ്രീകലയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകല പറയുന്നുണ്ട്, അതെ ഞാൻ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരുടെ അടുത്ത് പറഞ്ഞ് ഒരു അക്കൗണ്ടൊക്കെ എൻ്റെ ഫോണിലിട്ട്, നമ്മളാ കുത്തണ ഫോണില്ലേ അതിൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചാൽ അതെന്തിനാണെന്നോ, അതെ ഇപ്പോഴും ട്രെൻഡ് ഈ റീൽസ് അല്ലേ, നമുക്ക് ആ ബാലൻ, നമ്മുടെ ദേവമംഗലത്തെ ബാലൻ അനുശ്രീയുടെ കാര്യം ഇങ്ങനെ ഫേസ്ബുക്കിലോ എങ്ങോട്ടോ ലൈവൊക്കെ ഇട്ട് ഒരു വൈറലാക്കിയല്ലോ, അതുപോലെ നമുക്കും അങ്ങ് ആക്കിയാലോ. നിന്നെ സമ്മതിച്ചു, ഈ ബുദ്ധിയൊക്കെ നിനക്കേ ഉള്ളൂ എന്നിങ്ങനെ ഉദയഭാനു പറയണ കേട്ടോ. ആ മനുഷ്യ, ഞാൻ നോക്കിയിട്ട് ഇതേ ഒരു പോംവഴി കാണുള്ളൂ എന്ന് നമ്മുടെ നമ്മുടെ ശ്രീകല നമ്മുടെ ഉദയഭാനുവിൻ്റെ അടുത്ത് പറയാണ്. അങ്ങനെ ഉദയഭാനുവിൻ്റെ അത് കേട്ടപ്പോൾ അത് സെറ്റായിരിക്കും, മിക്കവാറും ശരിയാകും എന്ന രീതിയിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിന് വേണ്ടുന്ന സംഭവങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ നമ്മുടെ ശ്രീകല ലൈവായിട്ട് തന്നെ തൻ്റെ മോളുടെ കേസ്, അതായത് ഞങ്ങൾക്ക് ആദ്യകാലങ്ങളിൽ പണം ഉണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങളുടെ മോളെ പഠിപ്പിച്ചു, 10ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞ് പിന്നെ അവളെ ഞങ്ങൾ കെട്ടിച്ച് വിട്ടു, വേണ്ട സ്വർണ്ണമൊക്കെ കൊടുത്താണ് ഞങ്ങൾ കല്യാണം കഴിപ്പിച്ചത്.
ഇപ്പോൾ ദേ അവളെ വേണ്ടാന്നും പറഞ്ഞ് ഇന്ന ദേവമംഗലക്കാർ ബാലൻ്റെ മകൻ ആനന്ദ് വേണ്ട എന്നും പറഞ്ഞ് എൻ്റെ മകളെ പുറത്താക്കിയിരിക്കുക. വിവാഹമോചനത്തിന് വരെ അവർ ശ്രമിക്കണമെന്നാണ് കേട്ടത്. എൻ്റെ മോളുടെ അവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാകുമോ? എൻ്റെ മോൾക്ക് സ്വന്തം അച്ഛനെക്കാട്ടിലും അമ്മയെക്കാട്ടിലും ആ കുടുംബം അത്രയ്ക്ക് വലുതായിരുന്നു, അവൾ അത്രയ്ക്ക് അവരെയൊക്കെ സ്നേഹിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്രീകല കരഞ്ഞുകൊണ്ടാണ് ലൈവ് ഇടുന്നത്. നിങ്ങൾ എൻ്റെ മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമെന്ന് പറഞ്ഞിട്ട് കരയണ ദേവിയെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ വീഡിയോ മിക്കവരുടെ ശ്രദ്ധയിലും പെടുന്നുണ്ട്. ആ റീൽസ് മിക്കവരും അത് കാണുന്നുണ്ട്. കാരണം ലൈവായിട്ട് കാരണം വെച്ചാൽ ഇപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ ഒരിതുണ്ട്, പ്രത്യേകിച്ച് ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ. അതായത് ഇപ്പോൾ എൻ്റെ മകളെ അവർ പറയണത് എൻ്റെ മകൾക്ക് വിദ്യാഭ്യാസം ഇല്ല, എൻ്റെ മകൾക്ക് സ്ത്രീധനം തന്നില്ല എന്നൊക്കെയുള്ള 100 മുടന്ത ന്യായങ്ങളാണ് അവർ പറയണത്. നിങ്ങൾ തന്നെ ഒരു പെൺകുട്ടിയുള്ള ഒരു അമ്മയായ ഞാൻ ഇതെങ്ങനെ സഹിക്കും, എൻ്റെ മകൾ എങ്ങനെ സഹിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തള്ളി മറിക്കാൻ കേട്ടോ. അപ്പോൾ ഇതേ വീഡിയോ മിക്കവരും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പം നമ്മുടെ ആകാശും അതുപോലെ തന്നെ ആര്യനും മീനും മിത്രയൊക്കെ ഇത് കാണുന്നുണ്ട്. ഇത് കണ്ട ഗോമതി പറയുന്നുണ്ട്, ഓ ഇനി അടുത്ത കള്ളത്തരമായിട്ട് ഇറങ്ങിയിരിക്കുന്നു, ജീവിക്കാൻ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല ഈ സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി കിടന്ന് ചാടാൻ കേട്ടോ. അപ്പം ദേവിക്ക് സത്യം പറഞ്ഞ് ഇതിനോടൊന്നും താല്പര്യമുള്ള ഒരാളല്ല ദേവി. അങ്ങനെ ദേവമംഗലക്കാരെ കുറ്റപ്പെടുത്തുന്ന ഒരു കേസിനും ദേവി നിൽക്കത്തുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രീകല വളരെ അടിപൊളിയായിട്ട് ഈ ഒരു കേസ് അങ്ങ് ഹാൻഡിൽ ചെയ്ത് അത് ലൈവ് അങ്ങോട്ട് കയറി നല്ല രീതിയിൽ സെറ്റ് ആവുമെന്ന രീതിയിൽ തന്നെയാണ് ഇതാക്കി ലൈവ് അങ്ങ് വിട്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീകല ഉദയഭാനുവിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കണ്ടോ ഇത് മിക്കവാറും വയറ്റിലാവും. അപ്പം ഉദയഭാനു വെച്ചു, വയറ്റിലോ? ആരാ വയറ്റിൽ? വയറ്റിലല്ല മനുഷ്യ, എന്തായിരുന്നു, വൈറലാകും. നിങ്ങൾ കണ്ടോ? വൈറലാകും എന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞ് സെറ്റാക്കി എല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വീഡിയോ നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കാണുകയും അതിന് ഭയങ്കര റെസ്പോണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ്. ആ സമയത്ത് ഈ കേസ് പലരും ശ്രദ്ധയിൽപ്പെട്ട് പല പൊളിറ്റിക്കൽ ആൾക്കാരും അതുപോലെ തന്നെ മാധ്യമങ്ങളും പോലീസുകാരെ പോലും ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഇതിനെക്കുറിച്ച് പോലീസ് എന്നെ സ്വമേധയാ ഒരു കേസ് എടുക്കുകയാണ്. അങ്ങനെ കേസ് എടുത്തിട്ട് നമ്മുടെ ആനന്ദിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ദേവമംഗലത്ത് അല്ല നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യയല്ലേ ദേവി, എന്ത് കാരണത്താലാണ് നിങ്ങൾ ഈ ദേവിയെ ഇവിടെ നിന്ന് പറഞ്ഞയച്ച്? അങ്ങനെ 100 ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുന്നത്. ആനന്ദിന് ഇപ്പോൾ ഏതിന് ആൻസർ എവിടെ പറയും എന്നുള്ളൊരു പിടുത്തവും കിട്ടില്ല. അങ്ങനെ ആനന്ദ് പറഞ്ഞു, അതെ അവർ ഞങ്ങളെ BA ലിറ്ററേച്ചറാണ്, ഫസ്റ്റ് റാങ്ക് ആണെന്നൊക്കെ പറഞ്ഞാക്കി അവൾ വെറും 10ാം ക്ലാസ്സാണ്. ഓഹോ, അപ്പം വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിലാണോ നിങ്ങളെ ഭാര്യയെ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്താക്കിയത്? അതല്ല, അവർ വലിയ പണക്കാരെന്ന് പറഞ്ഞു. ഓ, അപ്പം പണം ഇല്ലാത്തതിൻ്റെ പേരിലാണോ? അങ്ങനെയല്ല, അവർ അങ്ങനത്തെ കുറേ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല, അതൊക്കെയാണ് കാരണമെന്ന് പറഞ്ഞു. ഓ, ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീധനം അതൊക്കെ ഒരു ഇതാണോ? നിങ്ങളുടെ കുടുംബത്തിൽ അവർ നല്ല രീതിയിലല്ലേ നിന്നത്, നിങ്ങളുടെ കുടുംബമൊക്കെ ആയിട്ട് നല്ല സ്നേഹിച്ചല്ലേ പോരുന്നത്, പിന്നെന്താണ് പണവും പദവിയൊക്കെ ഇന്ന് വരും നാളെ പോവും എന്നൊക്കെയുള്ള രീതിയിൽ ഓരോ ക്വസ്റ്റ്യങ്ങൾ ചോദിച്ച് ആകെ ഇടങ്ങേറാക്കുകയാണ്. അങ്ങനെ പോലീസുകാർ ഇത് സ്വമേധയാ കേസ് എടുത്ത് ആനന്ദിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവസാനം കോടതിയിലെത്തിയാണ് ഈ കേസ്. കോടതിയിലെത്തി കഴിയുമ്പോഴത്തേക്ക് കോടതി ഒരു തീരുമാനം എടുക്കുകയാണ്. അതായത് ആനന്ദും ദേവിയും തമ്മിൽ ഒരു 3 മാസം ഒരുമിച്ച് ജീവിക്കട്ടെ, അവർ തീരുമാനിക്കട്ടെ അവരുടെ ജീവിതം എങ്ങനെയാകണമെന്ന്. അച്ഛനമ്മമാരും ഇടപെടണ്ട, ഈ വീട്ടുകാരും ഇടപെടണ്ട, പെൺകുട്ടിയുടെ വീട്ടുകാരും ഇടപെടണ്ട എന്ന രീതിയിലാണ് കോടതി തീരുമാനിച്ചത്. അങ്ങനെ നമ്മുടെ ദേവി ഈ ഒരു കേസോടുകൂടി അങ്ങനെ ദേവമംഗലത്തോട്ട് തിരിച്ചെത്തേണ്ടത്. ഇത് മാത്രമല്ല കേട്ടോ, ദേവമംഗലത്ത് എത്തിക്കഴിഞ്ഞാലുള്ള ദേവിയുടെ പിന്നെയുള്ള അവസ്ഥയെന്ന് പറയുന്നത് ഒരാൾ പോലും ദേവിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണില്ല, എല്ലാവരും മാറിയും തിരിഞ്ഞു. പക്ഷേ മീനും ഇത്രയും ആരും കാണാണ്ടൊക്കെ ആണെങ്കിലും ദേവിയേട്ടത്തേക്ക് വേണ്ടുന്ന ഒരു ഹെൽപ്പൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആഹാരം കഴിച്ചോന്നോ അല്ലെങ്കിൽ എന്താണെങ്കിലും ദേവി ആ വീട്ടിലുണ്ടെന്ന് പോലും ഒരാൾ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ. ആനന്ദ് മുഖത്ത് പോലും നോക്കല്ല കേട്ടോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ ധർമ്മൻ നമ്മുടെ ദേവിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം ധർമ്മനും ഇനി ദേവമംഗലത്തോട്ട് തിരിച്ചു വരാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. പക്ഷേ സുകന്യ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. സുകന്യ എത്രയും പെട്ടെന്ന് അച്ചുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ ആ കട പെട്ടെന്ന് എന്നെ ഓപ്പൺ ചെയ്യിപ്പിക്കണം അച്ചുവേട്ട, ഇല്ലെങ്കിൽ ഈ മനുഷ്യൻ ഇനി ദേവമംഗലത്തേക്ക് ചാഞ്ഞു പോകും. കാരണം മനസ്സ് മൊത്തം ഇപ്പം ദേവമംഗലത്തോട്ട് പോകണം എന്ന രീതിയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേവി ധർമ്മൻ്റെ ഒരു പിന്തുണയോടുകൂടി
ദേവി പതിയെ ദേവമംഗലത്ത്, കാരണം ധർമ്മനെ അവിടെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അപ്പോൾ ധർമ്മം പറഞ്ഞ മറ്റാർക്കും ഒരു എതിരഭിപ്രായമില്ല. ഇപ്പോൾ ആര്യനാണെങ്കിലും ആകാശാണെങ്കിലും ആനന്ദാണെങ്കിലും ഇങ്ങറ്റം ഗോമതി ആണെങ്കിലും അളിയനാണെങ്കിലും ഒരു പരിധി കൂടുതൽ ധർമ്മനെ അങ്ങനെ അവർ എതിർത്തൊന്നും പറയില്ല. അപ്പോൾ ധർമ്മൻ്റെ ആ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ട് ദേവിയോട് എല്ലാവർക്കും കുറേശ്ശെയായിട്ട് ഒരു അനുകമ്പയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയാണ്. അങ്ങനെ ആ അനുകമ്പ വഴി ദേവി എല്ലാവരുടെയും മനസ്സിൽ, ദേവിയെ പിന്നെ പറയണ്ടല്ലോ, സ്വഭാവം കൊണ്ട് എല്ലാവരെയും വീഴ്ത്തി അവളുടെ പെരുമാറ്റം കൊണ്ട് തന്നെ ദേവി എല്ലാവരും കയ്യിലെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അങ്ങനെ ദേവി അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരുടെയും പതുക്കെ മനസ്സിൽ ഇടം നേടുകയാണ്. പക്ഷേ മീനും ഇത്രയും നല്ലൊരു സപ്പോർട്ട് ദേവിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ വന്ന് കലാശിക്കുന്ന ഒരു സീനാണ് കേട്ടോ. പക്ഷേ ആനന്ദ് മാത്രം കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കും എന്നുള്ളതാണ്. എന്തായാലും ദേവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എന്തായാലും ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഈ സമയത്ത് നമ്മുടെ അച്യുതൻ ധർമ്മന് വേണ്ടിയിട്ടുള്ള കട വേഗം ഇടുകയാണ്. പക്ഷേ ഈ സമയം നമ്മുടെ ധർമ്മൻ അതെല്ലാം വേണോ വേണ്ടയോ എന്നുള്ള ഒരു ചാഞ്ചാട്ടത്തിലാണ്. തനിക്കിവിടെ മടുത്തു, ഇനി പറ്റില്ല എന്ന രീതിയിലാണ് ധർമ്മം നിൽക്കുന്നത്. കാരണം ഇത്രയും നാളും ദേവമംഗലത്ത് നിന്ന് ഒരു പ്രായം എത്തുന്നതിന് മുന്നേ അവരൊപ്പം ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് ഈ അടുത്ത് ഈ ഒരു കേസിൽ ഞാൻ തിരിച്ചു വന്നെങ്കിലും എൻ്റെ മനസ്സ് മുഴുവൻ അവിടെയാണ്, എനിക്ക് അവിടെ പറ്റുള്ളൂ എന്നൊരു ചിന്താഗതിയിലാണ് ധർമ്മം നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ധർമ്മൻ്റെ മനസ്സ് മാറി ധർമ്മനും എത്രയും വേഗം ദേവമംഗലത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സാന്ത്വനം 2 ഇനി വരാനുള്ള ഏകദേശ ഒരു സീനും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നതിലോ അല്ലെങ്കിൽ ടൈമിങ്ങിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അത് നമ്മൾ, കാരണം വെച്ചാൽ നമുക്കിപ്പം അത് സീൻ അതുപോലെ തന്നെ പറയാൻ നമുക്ക് കിട്ടുന്നില്ല. സാന്ത്വനം കുറച്ച് ഇഴച്ചൊക്കെയാണ് പോണത്, അറിയാമല്ലോ, എപ്പിസോഡുകൾ നീട്ടാൻ വേണ്ടിയിട്ട്. ദേവിയുടെ സീൻ തന്നെ ഇപ്പം എത്ര ദിവസമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവി കരയണതും നമ്മുടെ ഗോമതി ആയിട്ടുള്ള ആ ഒരു ഇത് തന്നെ ഇങ്ങനെ എപ്പിസോഡുകൾ ഇങ്ങനെ കുറേ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സാന്ത്വനം ഒരു ഇച്ചിരി സ്ലോലി ആയിട്ടാണ് ഇപ്പോൾ പോണത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം പുതിയ വിശേഷങ്ങൾക്കായിട്ട്. എന്തായാലും അലോകിൻ്റെയും അനുവിൻ്റെയും കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ ഇനി വരുന്നുണ്ട്. അത് നല്ല തീരുമാനം തന്നെ ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അലോക് തമിഴിലാണ് ക്രൂരനായിട്ട് വരുന്നത്, പക്ഷെ മലയാളത്തിൽ അങ്ങനെയല്ല കേട്ടോ. കോമൺ ഒരു സാധാ നോർമൽ മനുഷ്യനായിട്ട് ചെയ്ത തെറ്റുകളൊക്കെ മനസ്സിലാക്കി അനുവിനോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കാണിച്ച് തന്നെയാണ് അലോകിനെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.